ഏകദേശം 10 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമി തികച്ചും വ്യത്യസ്തമായിരുന്നു. അന്ന് ഭൂമി ഭരിച്ചുകൊണ്ടിരുന്നത് ഡിനോസറുകളായിരുന്നു. 170 ദശലക്ഷം വർഷങ്ങളിലേറെയായി അവർ ഭൂമിയെ ഭരിച്ചു. എന്നാൽ ഒരു ദിവസം എന്തോ ഒന്ന് സംഭവിച്ചു. അതവർ ഈ ഗ്രഹത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കി. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് അവർ ഭൂമിയിൽ നിന്നും മുഴുവനായി തുടച്ചു നീക്കപ്പെട്ടത്? ഡിനോസർ ഫോസിൽ ആദ്യമായി കണ്ടെത്തിയപ്പോഴാണ് ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റായ റിച്ചാർഡ് ഓവൻ ഡിനോസർ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത്. ഇന്ന് ലോകമെമ്പാടുമുള്ള പാലിയൻറ്റോളജിസ്റ്റുകൾ 10,000-ലധികം ഡിനോസർ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ 900-ലധികം വ്യത്യസ്ത ഇനങ്ങളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2003 മുതൽ 2022 വരെ ഓരോ വർഷവും ശരാശരി 45 പുതിയ ഇനം ഡിനോസറുകളെങ്കിലും കണ്ടുപിടിക്കും. അവരുടെ കഥ മനസ്സിലാക്കാനായി നമുക്കല്പം പുറകിലോട്ട് പോകേണ്ടി വരും. കൃത്യമായി പറഞ്ഞാൽ 250 ദശലക്ഷം വർഷങ്ങൾ പുറകോട്ട്. ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് ആദ്യത്തെ ഡിനോസർ 230 മുതൽ 240 ദശലക്ഷം വർഷങ്ങൾ മുൻപാണ് ജീവിച്ചത് എന്നാണ്. കാരണം ഇതുവരെ നമ്മൾ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഡിനോസർ ഫോസിലുകൾ 231 ദശലക്ഷം വർഷം പഴക്കമുള്ളതാണ്. അന്ന് ഭൂമി ഇന്നത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. ഒരേ ഒരു സൂപ്പർ കോണ്ടിനെൻ്റ് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. അതിനെ നമ്മൾ പാൻജിയ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഭൂമിയുടെ കാലാവസ്ഥ അല്പം മാത്രം മഴ ലഭിക്കുന്നതും വരണ്ടതുമായിരുന്നു. ഈ കാലഘട്ടത്തിന് ട്രയാസിക് കാലഘട്ടം എന്നാണ് വിളിക്കുക. ഡിനോസറുകൾ ഉയർന്നു വന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിലെ ഡിനോസറുകൾ നമ്മൾ സങ്കല്പിക്കുന്നത് പോലെയല്ല. അവ വളരെ ചെറുതായിരുന്നു. അക്കാലത്തെ സാധാരണ ഡിനോസറുകൾ ഏകദേശം 2 മീറ്റർ നീളം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 201 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ട്രയാസിക് കാലഘട്ടത്തിൻ്റെ അവസാനം ഭൂമിയുടെ കാലാവസ്ഥ മാറിയപ്പോൾ പാൻജിയ എന്ന സൂപ്പർ കോണ്ടിനെൻ്റ് പിളരാൻ തുടങ്ങി. ആയിരക്കണക്കിന് വർഷങ്ങളായാണ് ഈ ഒരു പ്രവർത്തനം സംഭവിച്ചത്. ഈ ഒരു സൂപ്പർ കോണ്ടിനെൻ്റിൻ്റെ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. വിള്ളലുകളിലും പരിസരങ്ങളിലും വലിയ തോതിലുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടന്നു. നിരവധി അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കാരണം വലിയ അളവിൽ തന്നെ കാർബൺ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡും അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെട്ടു. ഇവയെല്ലാം അന്തരീക്ഷത്തിൽ പ്രവേശിച്ചപ്പോൾ ഇത് സൂര്യപ്രകാശത്തെ തടയുകയും ഭൂമിയിൽ തണുപ്പുണ്ടാക്കുകയും ചെയ്തു. സമുദ്രങ്ങളുടെ അസിഡിഫിക്കേഷൻ ആരംഭിച്ചു. കാർബൺ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡും വെള്ളത്തിൽ കലർന്നപ്പോൾ സമുദ്രജലത്തിൻ്റെ അസിഡിറ്റി വർദ്ധിച്ചു. കാലാവസ്ഥ അതിവേഗം മാറുകയായിരുന്നു. നിലനിന്നിരുന്ന മൃഗങ്ങൾക്ക് അതിജീവനം ബുദ്ധിമുട്ടായി. അക്കാലത്ത് മിക്ക ജീവജാലങ്ങളും കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആയിരുന്നു. അവയ്ക്ക് താപനില വ്യതിയാനങ്ങളെ നേരിടാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഡിനോസറുകൾ മനുഷ്യരെ പോലെ വാം ബ്ലഡഡ് ആനിമലായിരുന്നു. അതിനാൽ തന്നെ ഡിനോസറുകൾക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെയും താപനില വ്യതിയാനങ്ങളെയും സഹിക്കാൻ എളുപ്പമായിരുന്നു. അഗ്നിപർവ്വത സ്ഫോടനങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും ഇതുമൂലം അന്നുണ്ടായിരുന്നതിൽ 75% ജീവജാലങ്ങൾക്കും വംശനാശം സംഭവിച്ചു. ഭൂമിയിൽ അവശേഷിച്ച ചില ജീവികളുടെ കൂട്ടത്തിൽ ഡിനോസറുകൾ, മുതലകൾ, ആദ്യകാല സസ്തനികളും ഉണ്ടായിരുന്നു. ട്രയാസിക് ജുറാസിക് എക്സ്റ്റിങ്ഷൻ എന്നാണ് ഈ ഒരു സംഭവം അറിയപ്പെടുന്നത്. ഇതിനുശേഷം ട്രയാസിക് കാലഘട്ടം അവസാനിച്ചു. ജുറാസിക് കാലഘട്ടത്തിൻ്റെ ആരംഭമായിരുന്നു പിന്നീട്. ജുറാസിക് കാലഘട്ടം 201 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ 145 ദശലക്ഷം വർഷങ്ങൾ മുൻപ് വരെ നീണ്ടുനിന്നു. ഈ സമയത്ത് ഗ്രഹത്തിലെ ഏറ്റവും ഡോമിനൻ്റായ ഇനമായി ഡിനോസറുകൾ മാറിയിരുന്നു. പരിണാമം മൂലം അതിൽ ചിലതിന് 15,000 കിലോഗ്രാം വരെ ഭാരവും 15 മീറ്റർ വരെ നീളവും ഉണ്ടായിരുന്നു. ജുറാസിക് കാലഘട്ടത്തിൽ ചില ഡിനോസറുകൾക്ക് പറക്കാൻ കഴിയുമായിരുന്നു. ആദ്യത്തെ തൂവലുള്ള ഡിനോസറുകളിൽ ഒന്ന് ആർക്കിയോപെട്രിക്സ് ആയിരുന്നു. ടൈറ്റനോസോറുകളാണ് കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ഡിനോസർ. ഡിനോസറുകൾ ഏകദേശം എല്ലാ ഭൂഖണ്ഡങ്ങളിലും വസിച്ചിരുന്നു. ഈ സമയത്ത് പാൻജിയ എന്ന സൂപ്പർ കോണ്ടിനെൻ്റ് 2ആയി വിഭജിക്കപ്പെട്ടു. 2 ചെറിയ ഭൂഖണ്ഡങ്ങൾ. അവയെ നമ്മൾ ലൊറേഷ്യ എന്നും ഗോണ്ട്വാലാൻഡ് എന്നും വിളിക്കുന്നു. അങ്ങനെ ജുറാസിക് കാലഘട്ടം അവസാനിച്ചു. അടുത്തതും ഡിനോസറുകൾ കണ്ടതിൽ വെച്ച് ഏറ്റവും അവസാനത്തേതുമായ കാലഘട്ടവുമായ ക്രെറ്റേഷ്യസ് കാലഘട്ടം ആരംഭിച്ചു. ഈ സമയത്ത് നിരവധി പുതിയ ഇനം ഡിനോസറുകൾ പരിണമിച്ചു. ഏകദേശം 145 ദശലക്ഷം വർഷങ്ങൾ മുമ്പ് മുതൽ 65 ദശലക്ഷം വർഷങ്ങൾ മുമ്പ് വരെയാണ് ഈ കാലഘട്ടം. ഭൂമിയുടെ ശരാശരി താപനില മുൻകാലങ്ങളെ അപേക്ഷിച്ച് ചൂട് കൂടുതലായിരുന്നു. സമുദ്രനിരപ്പ് വളരെ ഉയർന്നതായിരുന്നു. ഡിനോസറുകളുടെ സമൃദ്ധമായ കാലഘട്ടമായിരുന്നു ഇത്. കാലാവസ്ഥ അവയ്ക്ക് അനുയോജ്യമായിരുന്നു. പുതിയ ജീവിവർഗങ്ങൾ വികസിച്ചുകൊണ്ടേയിരുന്നു. കൂടാതെ ഡിനോസറുകളുമായി മത്സരിക്കാൻ മറ്റു മൃഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം നന്നായി നടന്നു വന്നു ഒരു ദിവസം വരെ. ഏകദേശം 10-15 കിലോമീറ്റർ വ്യാസമുള്ള ഒരു വലിയ ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് കുതിച്ചു കയറുകയും ശക്തമായി ഇടിക്കുകയും ചെയ്തു.
66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഇത് സംഭവിക്കുന്നത്. ചിഹ്നഗ്രഹത്തിൻ്റെ വേഗത മണിക്കൂറിൽ 72,000 കിലോമീറ്റർ ആയിരുന്നു. ഇന്നത്തെ മെക്സിക്കോയിലെ യുക്കറ്റാൻ പെനിൻസുലയിലാണ് അത് വന്ന് ഇടിച്ചത്. ചിഹ്നഗ്രഹം ഭൂമിയിൽ ഇടിച്ചപ്പോൾ അതൊരു വലിയ ഗർത്തം തന്നെ സൃഷ്ടിച്ചു. 150 കിലോമീറ്റർ വ്യാസമുള്ള ഒരു ഭീമാകാരമായ ഗർത്തം. അപ്പോൾ ഈ ആസ്ട്രോയിഡ് ഭൂമിയിലെത്തി അടുത്ത നിമിഷം തന്നെ എല്ലാവരും മരിക്കുകയല്ല ചെയ്തത്. കുറേ ജീവികൾ അങ്ങനെ പെട്ടെന്ന് മരിച്ചെങ്കിലും ഈ ആസ്ട്രോയിഡ് ഹിറ്റിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കാരണമുണ്ടായ ചെയിൻ റിയാക്ഷൻ മൂലമാണ് ഇത്രയും ജീവികൾ മുഴുവനായി വംശനാശം സംഭവിച്ചത്. അതിൻ്റെ ആഘാതം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും എത്രയോ വലുതാണ്. ഭൂമിയിലെ 3/4 ഭാഗവും സസ്യങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും പെട്ടെന്നുള്ള കൂട്ട വംശനാശമായിരുന്നു ഇത്. ഇതിനെ ക്രെറ്റേഷ്യസ് പാലിയോജീൻ എക്സ്റ്റൻഷൻ അഥവാ ക്രെറ്റേഷ്യസ് ടെർഷറി എക്സ്റ്റൻഷൻ എന്നും വിളിക്കുന്നു. ഈ ഒരു ആസ്ട്രോയിഡ് ഹിറ്റിൻ്റെ ആഘാതത്തിൽ ഭൂമി മുഴുവൻ ചൂടനുഭവപ്പെട്ടു. ചൂടുള്ള പൊടി മറ്റ് പ്രദേശങ്ങളിലേക്കും എത്തി. മണിക്കൂറുകളോളം ആഗോള താപനില വളരെയധികം ഉയർന്നു. ഇവിടെ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ പരിധിക്കുള്ളിലുള്ള എല്ലാ മൃഗങ്ങളും കടുത്ത ചൂടിൽ ജീവൻ നഷ്ടപ്പെട്ടു. ഈ പ്രാരംഭ സ്ഫോടനത്തിൻ്റെ ആഘാതത്തെ ചെറുകിട ജീവികൾക്ക് മാത്രമേ അതിജീവിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. കാരണം അവർക്ക് വെള്ളത്തിനടിയിലോ ഗുഹകളിലോ മറ്റുമായി ഒളിക്കാൻ കഴിയുമായിരുന്നു. ഇത് ഷോർട്ട് ടേം ഇമ്പാക്റ്റിൽ നിന്ന് മാത്രമേ അവരെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഇമ്പാക്റ്റിനെ തുടർന്നുണ്ടായ ഷോക്ക് വേവ്സ് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ വനങ്ങളിൽ കാട്ടുതീ, വലിയ സുനാമികൾ എന്നിങ്ങനെ പല കാര്യങ്ങളും നടന്നു. ഒപ്പം വീണ്ടും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ആരംഭിച്ചു. ആസിഡ് മഴ പെയ്യാൻ ആരംഭിച്ചു. ഭൂകമ്പങ്ങൾ ഉണ്ടായി. ഷോർട്ട് ടേമിലുണ്ടായിരുന്ന ഇമ്പാക്റ്റ് തന്നെ തികച്ചും ഭയാനകമായിരുന്നു. ഈ ഒരു ആസ്ട്രോയിഡ് ഹിറ്റിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഇതിൻ്റെ ഭൂമിയുടെ മറുഭാഗത്ത് അനുഭവപ്പെട്ടില്ല. എന്നാൽ ലോങ് ടേം ഇമ്പാക്റ്റ് അതിലും മാരകമായിരുന്നു. വായുവിലെ പൊടിപടലങ്ങൾ ഗ്രഹത്തിന് ചുറ്റുമുള്ള സൂര്യപ്രകാശത്തെ തടഞ്ഞു. ഗ്രഹം ഒരു ഇമ്പാക്റ്റ് വിൻ്റർ നേരിട്ടു. എന്താണ് ഇമ്പാക്റ്റ് വിൻ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു വലിയ ചിഹ്നഗ്രഹത്തിൻ്റെ ആഘാതം മൂലം നീണ്ടു നിൽക്കുന്ന തണുത്ത കാലാവസ്ഥ ഒരു ചിഹ്നഗ്രഹം ഭൂമിയിലോ ആഴം കുറഞ്ഞ ജലാശയത്തിലോ ഇടിക്കുകയാണെങ്കിൽ അത് വലിയ അളവിൽ തന്നെ പൊടിയും ചാരവും മറ്റു വസ്തുക്കളും അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുകയും സൂര്യനിൽ നിന്നുള്ള സൺലൈറ്റും റേഡിയേഷൻസും ഭൂമിയിലേക്ക് വരുന്നത് തടയുകയും ചെയ്യും. ഇത് ആഗോള താപനില കുത്തനെ കുറയ്ക്കാൻ ഇടയാക്കും. ഒരു ഇമ്പാക്റ്റ് വിൻ്റർ വൻതോതിലുള്ള വംശനാശത്തിലേക്ക് നയിച്ചേക്കാം. ഡൈനോസറുകളുടെ വംശനാശം സംഭവിച്ചതിലും ഇമ്പാക്റ്റ് വിൻ്ററിന് വലിയൊരു പങ്കുണ്ട്. എങ്ങനെയാണ് ഇമ്പാക്റ്റ് വിൻ്റർ കാരണം ഭൂമിയിലെ ഭൂരിഭാഗം ജീവികൾക്കും ചെടികൾക്കും വംശനാശം സംഭവിച്ചത് എന്ന് നോക്കാം. താപനില ഗണ്യമായി കുറഞ്ഞു. അടുത്ത അനേകം വർഷങ്ങളിലേക്ക് ഭൂമി തണുത്തുറഞ്ഞ താപനിലയിലായിരുന്നു. അത് ധാരാളം സസ്യങ്ങളെയും മൃഗങ്ങളെയും കൊന്നു. ഇത്രയും നേരം സൂര്യപ്രകാശം തടഞ്ഞിരുന്നു. ഭൂമി ഇമ്പാക്റ്റ് വിൻ്ററിലായിരുന്ന അത്രയും കാലഘട്ടം സൂര്യപ്രകാശവും മറ്റു റേഡിയേഷൻസും ഭൂമിയിലേക്ക് എത്തപ്പെടാതായി. സസ്യങ്ങൾക്ക് ഫോട്ടോസിന്തസിസ് നടത്തണമെങ്കിൽ സൂര്യപ്രകാശം ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകം തന്നെയാണ്. പക്ഷേ സൂര്യപ്രകാശം തടയപ്പെട്ടതോടുകൂടി സസ്യങ്ങൾക്ക് ഫോട്ടോസിന്തസിസ് നടത്താനാകാതെ വരുന്നു. അങ്ങനെ ചെടികൾ നശിച്ചു. സസ്യങ്ങൾ നശിച്ചപ്പോൾ സസ്യബുക്കുകളായ ജീവികൾക്ക് ഒന്നും കഴിക്കാനില്ല. അങ്ങനെ അവയും ചത്തൊടുങ്ങി. ഈ സസ്യബുക്കുകളായ ജീവികളെ കഴിച്ചുകൊണ്ടിരുന്ന മാംസഭോജികളായ മൃഗങ്ങൾക്കും ഒന്നും കഴിക്കാനില്ലാതെ അങ്ങനെ അവയും ചത്തു. ഇതാണ് ഒരു ചെയിൻ റിയാക്ഷനായി മാറിയത്. ഈ കോൺസിക്വൻസസിൽ നിന്നും സുരക്ഷിതമായ മൃഗങ്ങൾ സസ്തനികൾ, പല്ലികൾ, ആമകൾ, പിന്നെ ചില പക്ഷികൾ എന്നിങ്ങനെ ചെറിയ ഒമ്നിവോറസ് മൃഗങ്ങളായിരുന്നു. ഈ മൃഗങ്ങൾക്ക് ഇത് അതിജീവിക്കാൻ കഴിയും. കാരണം ചത്ത ഡിനോസറുകൾ, ഫംഗസ്, ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന സസ്യവസ്തുക്കൾ ഇവയായിരുന്നു അവരുടെ ജീവൻ നിലനിർത്തിയ ഭക്ഷണം. ആസ്ട്രോയിഡ് ഹിറ്റ് കാരണം ഭൂമിയുടെ മറുവശത്തുള്ള ജീവികൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആസ്ട്രോയിഡ് ഹിറ്റ് കാരണമുണ്ടായ ഇമ്പാക്റ്റ് വിൻ്ററിൽ നിന്നാണ് ഗ്രഹത്തെ മൊത്തം അത് ബാധിച്ചത്. ചിഹ്നഗ്രഹത്തിൻ്റെ ആഘാതം കാർബണേറ്റ് പാറകളെയും നശിപ്പിച്ചിരുന്നു. ഇത് കാർബണും സൾഫറും വീണ്ടും അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളാൻ കാരണമായി. അടുത്ത ആയിരക്കണക്കിന് വർഷങ്ങളിൽ സൂര്യപ്രകാശം ഗണ്യമായി കുറഞ്ഞു. ഇമ്പാക്റ്റ് വിൻ്റർ അവസാനിച്ചപ്പോൾ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ മാറി. സൂര്യപ്രകാശം ഒരിക്കൽ കൂടി ഗ്രഹത്തിലെത്തി. പക്ഷേ വലിയ അളവിൽ തന്നെ കാർബൺ ഡയോക്സൈഡ് ഇതിനകം തന്നെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെട്ടിരുന്നു. ഇത് തീവ്രമായ ആഗോള താപനത്തിന് കാരണമായി. ഒരു ചിഹ്നഗ്രഹം അടുത്ത ആയിരക്കണക്കിന് വർഷത്തേക്ക് ഭൂമിയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. എല്ലാ ഭൗമ ഡിനോസറുകൾക്കും വംശനാശം സംഭവിച്ചു. അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ 75% സസ്യങ്ങളും ജീവജാലങ്ങൾക്കും വംശനാശം സംഭവിച്ചു. ഇങ്ങനെയാണ് ക്രെറ്റേഷ്യസ് കാലഘട്ടം അവസാനിക്കുന്നത്. അടുത്ത യുഗം ആരംഭിച്ചു, പാലിയോജീൻ കാലഘട്ടം. എല്ലാം അവസാനിച്ചതുപോലെ ആയിരുന്നില്ല. ഈ സംഭവം ബാക്കിയുള്ള ജന്തുജാലങ്ങൾക്ക് ഒരു അവസരം പോലെയായിരുന്നു. പറക്കുന്ന ഡിനോസറുകൾ മാത്രമായിരുന്നു അതിജീവിക്കാൻ കഴിയുന്ന ഒരേ ഒരു വർഗം. ഡിനോസറുകളുടെ കൂട്ടത്തിൽ അവ മാത്രമാണ് അതിജീവിച്ചത്. അവ ഇന്നും ജീവിക്കുന്നുണ്ട്.
ഇന്ന് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്ന പക്ഷികളുടെ പൂർവികരാണ് പറക്കുന്ന ഡിനോസറുകൾ. കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ഡിനോസറുകൾ 174 ദശലക്ഷം വർഷങ്ങളാണ് ഭൂമിയിൽ ജീവിച്ചത്. നമ്മൾ മനുഷ്യരാകട്ടെ ഇവിടെ 3 ലക്ഷം വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതായത് മനുഷ്യൻ ജീവിച്ചതിനേക്കാൾ 580 മടങ്ങ് അധികം കാലം ഡിനോസറുകൾ ഇവിടെ ജീവിച്ചിട്ടുണ്ട്.